ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യുകയാണ്. പേജ് നമ്പർ 29 തന്നെയാണ്. ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇത് മിക്സഡ് ഉണ്ട്, പ്രോപ്പർ ഉണ്ട്, ഇംപ്രോപ്പർ ഉണ്ട്, എല്ലാവരും കൂടെ ആണ്. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ ആണ് 2/3 ഇൻറ്റു 2/1 2/3. ഓക്കെ, ഇതൊരു പ്രോപ്പർ, ഇതൊരു മിക്സഡ് അങ്ങനെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ ഒരു ഹോൾ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനോ വന്നാൽ അത് മിക്സഡാണ്. അപ്പൊ മിക്സഡ് വെച്ച് നമ്മൾ ചെയ്യുമോ? ഇല്ല, അതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? എഴുതാവേ 2/3 ഇൻറ്റു ഇതിനെ എങ്ങനെയാ നമ്മള് മിക്സറിനെ എങ്ങനെ ഇംപ്രോപ്പർ ആക്കുന്നത്? ന്യൂമറേറ്ററും ഹോൾ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ആഡ് ചെയ്യും അല്ലേ, ബൈ ഡിനോമിനേറ്റർ തന്നെ. ഓക്കെ, is equal to 2/3 ഇൻറ്റു ഇതും കൂടെ കൂട്ടി എഴുതി പോണം കേട്ടോ. അപ്പൊ എത്രയാ? 3 ഇൻറ്റു 2 6, 6 + 2 8, 8/3. ഇപ്പൊ കിട്ടിയില്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടി. ഇനി അങ്ങ് ചെയ്തോ ന്യൂമറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ. 8 ഇൻറ്റു 2 16, 3 ഇൻറ്റു 3 9. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അത് ചെയ്യിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ, കാരണം എന്തായാലും ഒരു മിക്സഡ് ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ആയിരിക്കും. അപ്പൊ ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ മിക്സഡ് ആക്കി ചെയ്ത് വെക്കണം. ഓക്കെ, മിക്സഡ് ആക്കാൻ നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്താൽ മതി? 16 9 കൊണ്ട് അത് ഡിവൈഡ് ചെയ്താൽ മതി. എത്രയാണ് ചൊല്ലിക്കാൻ? 9 ഇൻറ്റു 1 9, 9 ഇൻറ്റു 2 18. പറ്റില്ല അല്ലേ? അപ്പം 9 7 16 ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ആൻസർ ഇസ് ഈക്വൽ ടു, ആൻസർ എഴുതുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കോഷ്യന്റ് ആണ്. നമ്മൾ ഹോൾ നമ്പർ എഴുതുന്നത് 7/9. 9 9 7 16 കണ്ടോ? ഇതായിരിക്കും ആൻസർ. നിങ്ങളെ ഞാൻ കഴിഞ്ഞ ഇതിൽ പഠിപ്പിച്ചതാണ് എങ്ങനെയാണ് ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം മക്കളെ. അടുത്തത് മിക്സഡ് അല്ല, അപ്പൊ പിന്നെ നേരിട്ട് അങ്ങ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2/7 ഇൻറ്റു 7/9. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തേ. 14 16 14/63. ഇനിയിപ്പം നമ്മൾ സിംപ്ലിഫൈ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിനെ തമ്മിൽ ഏത് കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്കിരുന്ന് എല്ലാ ടേബിളും ഇരുന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം ഏത് കൊണ്ട് പറ്റും എന്നറിയാൻ വേണ്ടി. നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെങ്കിൽ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ HCF എടുത്താൽ മതി. HCF എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് നമുക്ക് കിട്ടണം. അതായത് ഏതിന്റെ ടേബിൾ ഉണ്ടായിരിക്കും? 63ഉം 14ഉം വരുന്നത് ഏതിന്റെ ടേബിളിലായിരിക്കും? 7ന്റെ ടേബിൾ. നിങ്ങൾ ചൊല്ലി നോക്കണം. നമ്മൾ ടേബിൾ ചൊല്ലി നോക്കിയേ പറ്റത്തുള്ളൂ. 7ന്റെ ടേബിളില് പറ്റുവേ. 7 14 9 കേട്ടോ. ഇനി പറ്റുമോ? HCF ആണ് ഇവിടെ എടുക്കേണ്ടത്. LCM ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കുന്നത്? ഇവരെല്ലാവരുടെ മൾട്ടിപ്ലൈ. പക്ഷെ HCF അങ്ങനെയല്ല. HCF എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കിട്ടുന്നത് മാത്രം. ഇതേ ഉള്ളൂ നമുക്ക്. അപ്പൊ ഇവരെ ഈ രണ്ടുപേരെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആൻസർ 2/9 ആയിരിക്കും ആൻസർ. കണ്ടോ, സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നത് കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുന്നത്. ഏതുകൊണ്ടാണ്? രണ്ടിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, ഡിവൈഡ് ചെയ്യാൻ ഏതുകൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇവർ രണ്ടുകൂടെ HCF എടുത്താൽ മതി. അടുത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് ഇച്ചിരി തറവാകുന്നത് എങ്ങനെയാണെന്ന്. എനിക്ക് 3/8 ഇൻറ്റു 6/4 നോക്കാം. ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 18 8 4 32. അപ്പൊ നോക്കിയേ, ഇവരെ നമുക്ക് കോമൺ ആയിട്ട് പറ്റും. കോമൺ ഉണ്ട് രണ്ടും. നോക്കാം 18 കോമൺ ആയിട്ട് ഇവരുടെ, അതായത് നമ്മൾ ഇവരുടെ LCM കണ്ടു പോവുക. ഇപ്പൊ ഏത് കൊണ്ട് പറ്റും? 2നെ 2 കൊണ്ട് പറ്റുമല്ലോ. 2ന്റെ ടേബിൾ ഉണ്ട് 2 9 18 2 6 16. ഇനി ഇവർ രണ്ടുപേരെ ഏത് കൊണ്ടേലും പറ്റുമോ? 9ഉം 16ഉം പറ്റുമോ? 9ഉം 16ഉം പറ്റത്തില്ല. കോമൺ ആയിട്ട് ആരെങ്കിലും ഇവരെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 9ഉം 16ഉം പറ്റില്ല. അപ്പൊ ഇവരുടെ HCF എത്രയാണ്? 2. ആ 2 കൊണ്ട് നമ്മളെ ഇവർ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 9
16. 9/16 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് HCF എടുത്ത് പോകുന്നത്. രണ്ടുപേരെ സിംപ്ലിഫൈ ചെയ്യാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആക്കി വേണം ഇവരെ എടുക്കാൻ. ഓക്കെ, അടുത്തത് നോക്കാം. 4th വണ്. ആദ്യം നിങ്ങൾക്ക് ഇച്ചിരി പാടായിട്ട് തോന്നും, പിന്നെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ഭയങ്കര ഈസിയാണ്. ഓക്കെ, 9/5 × 3/5 മൾട്ടിപ്ലൈ ചെയ്ത് 27. 9 × 3 27. 5 × 5 25. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതെന്താണ്? ഇംപ്രോപ്പർ ആണ് അല്ലേ? ആൻസർ ഇംപ്രോപ്പർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്തോണം? അതിനെ മിക്സഡ് ആക്കിക്കോണം. 25 1 ടൈം അല്ലേ ഉള്ളൂ, 2 അല്ലേ? അപ്പൊ ആൻസർ തന്നെ എഴുതും. ഇതായിരിക്കും നമ്മുടെ ഹോൾ നമ്പർ. റിമൈൻഡർ ന്യൂമറേറ്റർ 25 അല്ലേ? 1 and 2/25. ഓക്കെ, അടുത്ത 5th വൺ ചെയ്യാൻ പോവാണ്. 1/3 × 15/8 മൾട്ടിപ്ലൈ ചെയ്തോ. 15 × 1 15. 24. 24ഉം 15. 15/24 ഇവർക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 15ഉം 24നെ ആരുടെയും ടേബിളിലുണ്ടോ? ഉണ്ടല്ലോ, 3യുടെ ടേബിളിലില്ലേ? 3. 5 × 3 15. 8. ഇനി ഇവരെ തമ്മിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ ഇതായിരിക്കും നമ്മുടെ HCF. HCF എത്രയാണ്? 2. HCF-ഉം LCM-ഉം തമ്മിൽ വ്യത്യാസം കണ്ടോ? LCM എന്ന് പറഞ്ഞാൽ ബാക്കി ആരൊക്കെ കിടപ്പുണ്ടോ, അതായത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ നിർത്തും. ഇതിൽ എല്ലാവരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LCM കിട്ടും. ആരാണ് ഇവരെ കോമൺ ആയിട്ട് കിട്ടിയവരെ മാത്രം എടുക്കുമ്പോൾ അത് HCF. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം. അപ്പൊ HCF കൊണ്ട് മേലിലും താഴെയും ഡിവൈഡ് ചെയ്തേ. എത്ര വരും? 5. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5. 5/8 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചെയ്യാം. 6th വൺ. 11/2 × 3/10 മൾട്ടിപ്ലൈ ചെയ്ത മക്കളെ ന്യൂമറേറ്റർ തമ്മിൽ. 11 × 3 33. 2 × 10 20. ഓ, ഇത് പിന്നെ ഇംപ്രോപ്പർ അല്ലേ? ഇംപ്രോപ്പർ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, നോക്കാനൊന്നും ശ്രമിക്കണ്ട. ഇംപ്രോപ്പർ ആണെങ്കിൽ ഉടനെ നിങ്ങൾ അതിനെ എന്താക്കിക്കോണം? മിക്സഡ് ആക്കിക്കോണം. പിന്നെ പ്രോപ്പർ ആണെങ്കിൽ മാത്രം സിംപ്ലിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 20 ഒരാവശ്യമല്ലേ ഉള്ളൂ. 20. 30 is equal to 1 and 13/20 അല്ലേ? ഇങ്ങനെ എഴുതുന്നേ. ഇത് ഹോൾ നമ്പർ ആകും, റിമൈൻഡർ ആണ് ന്യൂമറേറ്റർ. ഞാൻ നോക്കിയിട്ട് ആൻസർ 1 and 13/20. ഓക്കെ, ശരിയാ. അടുത്തത് 6th വൺ. 4/5 × 12/7 ഇതൊന്നും ചെയ്തേ. ന്യൂമറേറ്റർ 14 48. 7 × 5 35. കണ്ടോ? കണ്ടോണ്ട മനസ്സിലായി ഇംപ്രോപ്പർ ആണ്. ഉടനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും, സോറി ഡിവൈഡ് ചെയ്യാൻ പോകും. 35 ഉണ്ടോ? ഒറ്റ തവണയേ ഉള്ളൂ 35. 5 3 8 3 4. അപ്പൊ ആൻസർ അപ്പൊ എത്രയായിരിക്കും? കണ്ടോ, നമ്മുടെ കോഷ്യന്റ് എടുത്ത് ഹോൾ നമ്പർ ആക്കി, റിമൈൻഡർ എടുത്ത് ന്യൂമറേറ്റർ ആക്കി, ഇതിനെ കൊണ്ട് ഡിനോമിനേറ്റർ സെയിം. ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആയിരിക്കും. 1 and 13/35. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഞാൻ പറയുന്നത് അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ആൻസർ കിട്ടുന്നെങ്കിൽ മാത്രം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നിന്നാൽ മതി. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടില്ലേ മുമ്പ് HCF എടുത്തത്. HCF കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ വേർഷൻ കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇംപ്രോപ്പർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ HCF എടുത്ത് സിംപ്ലിഫിക്കേഷൻ ഒന്നും നിൽക്കണ്ട. ഇംപ്രോപ്പർ ആണെന്ന് കണ്ട ഉടനെ തന്നെ നിങ്ങൾ അതിനെ മിക്സഡ് ആക്കിക്കോണം. ഓക്കെ, ആൻസർ ഇംപ്രോപ്പർ ആണെങ്കിൽ മിക്സഡ് ആക്കാം. മിക്സഡ് ആക്കാൻ നിങ്ങൾക്ക് അറിയാം, ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് കോഷ്യന്റ് എടുത്ത് ഹോൾ നമ്പർ, റിമൈൻഡർ എടുത്ത് ന്യൂമറേറ്റർ, മറ്റേ നമ്മുടെ ഇതെടുത്ത് ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കും. അത്രയുള്ള മക്കളെ. ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തൊന്ന് വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. ചെയ്താൽ മാത്രമേ ഇത് പഠിക്കത്തുള്ളൂ. ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഈസിയാണ്. ഈ HCF ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ഒക്കെ സിമ്പിളായിട്ട് വേണം. ഓക്കെ മക്കളെ, ചാനൽ കണ്ടല്ലോ മക്കളെ, ഇത് ചെയ്ത് നോക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ചെയ്തേ പഠിക്കാവുള്ളൂ. ഓക്കെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നാലല്ലേ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തരുന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു.
താങ്ക് യു.